ക്ഷമരദേവുമാണ്. അപ്പം ഇന്നത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ഞാൻ ചെറിയൊരു കഥ പറഞ്ഞിട്ട് ഈ സംഭവത്തിലോട്ട് കൊണ്ടുവരാം കേട്ടോ. അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോളാണ്. ഒറ്റ മോള് ഇങ്ങനെ റിലേഷൻഷിപ്പിലായി. അവർ എബ്രോഡായിരുന്നു പഠിത്തത്തിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ വെച്ച് റിലേഷൻഷിപ്പിലായപ്പോൾ ഓഫ്കോഴ്സ് ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അപ്പോൾ ഈ അമ്മയും അച്ഛനും പറഞ്ഞിരുന്ന കാര്യങ്ങൾ വീട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, അത് മാത്രമല്ല നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് അവരുടെ കൾച്ചറായിട്ട് ഒത്തു പോവില്ല. അപ്പോൾ ഒരു രീതിയിലും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചാവണ്ട വന്നു കഴിഞ്ഞാലും നിന്നെ സമ്മതിക്കില്ല ഈ കല്യാണത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിലിങ്ങും സ്ട്രീറ്റ് റൂൾസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ പെൺകുട്ടി ഒരു രീതിയിലും ഒറ്റക്കാലിൽ തന്നെ നിന്നു. പെൺകുട്ടി പറഞ്ഞ ഒറ്റ കാര്യമാണ്, നിങ്ങളുടെ സമ്മതത്തോടെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, നിങ്ങളെ എതിർത്ത് ഞാൻ പോവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാരന്റിങ് എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു റെസ്പെക്റ്റും സ്നേഹവും കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ എതിർത്ത് പോവില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ സമ്മതിക്കുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. പാരന്റ്സ് പഠിച്ച മണി 18 നോക്കി ഒരു രീതിയിലും മുന്നോട്ട് കാര്യങ്ങൾ പോയില്ല. ഇത് ഇനി കേട്ടിട്ട് ഓരോന്ന് ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കുട്ടി ചെയ്ത അത്ര നല്ല പരിപാടിയൊന്നുമല്ല, വേറെ ഒന്നുമല്ല. ഫൈനലി ഫെഡപ്പായിട്ട് എന്ത് ചെയ്താലും സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ ഈ കുട്ടിയുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി വേറെ കല്യാണാലോചനകൾ നടത്തി പെൺകുട്ടിയെ ജോലി നിർത്തി ഇങ്ങോട്ട് വരുത്തിക്കാനൊക്കെ നോക്കി. പക്ഷെ പെൺകുട്ടി ഒറ്റക്കാലിൽ തന്നെ നിന്നു, ഒരു രീതിയിലും മാറില്ല എന്നുള്ള രീതിയിൽ ഫൈനലി ഡിപ്രസ്ഡ് ആയി ആ കുട്ടിയുടേതായ രീതിയിൽ പൊട്ടത്തരം കാണിച്ച് സൂസൈഡ് ചെയ്ത് മരിച്ചു. അതിനുശേഷം അവരുടെ പാരന്റ്സ് പറയാണ്, നിനക്ക് ഇത്രയും ഇഷ്ടമായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ലായിരുന്നു, നിന്നേക്കാ വലുത് എന്താണ് അമ്മയ്ക്കുള്ളത്, ഞാൻ നടത്തി തരുമായിരുന്നു എന്ന്. ജീവനോട് ഉണ്ടായിരുന്നപ്പോൾ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവർ സുഖമായിട്ട് ജീവിച്ചു പോവായിരുന്നു അല്ലേ. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരേ ക്വറീസ് വരുമ്പോൾ ഒന്നും നോക്കേണ്ട മച്ചന്മാരെ ഇറങ്ങി പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് പാരന്റ്സ് ആണ്, നമുക്ക് അവരെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ കോപ്രായം കാണിക്കണമെന്നല്ല പറയുന്നത്. സൂസൈഡ് ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. വെയിറ്റ് ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. പിന്നെ അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കുക, ഇവിടെ ഓരോ ഭൂരിപക്ഷം ആൾക്കാർ മാറി നിന്ന് കല്യാണം കഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിൽ ഇൻ ലവ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ഇന്റർകാസ്റ്റ് മാരേജ് കൊണ്ട് തന്നെയാണ്. കാരണം ചില പാരന്റ്സ് ഒരു രീതിയിലും സമ്മതിക്കില്ല, അവർ ഒറ്റക്കാലിൽ തന്നെ നിൽക്കും. അപ്പോൾ പാരന്റ്സിന് നല്ല ബുദ്ധി തോന്നാനും പാരന്റ്സ് മാറാനും പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും മാക്സിമം ടൈം എടുക്കുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതിൽ പകരം എനിക്കിതിലൊന്നും പറയാനില്ല. കാരണം ഈ ജാതി എന്ന് പറയുന്ന സംഭവം രണ്ട് വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിച്ച് കഴിയുമ്പോൾ ജാതിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാമോ? പാരന്റ്സ്, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കുടുംബത്തിന്റെ പാരമ്പര്യം എന്ന്. രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിച്ച് അവരുടെ ഹാപ്പിനെസ്സിനേക്കാളും നാട്ടുകാരെയും വീട്ടുകാരെയും സൊസൈറ്റിയും പാരമ്പര്യത്തിനും വില കൊടുക്കുന്ന പാരന്റ്സിന്റെ കണ്ണിൽ ഇരുട്ട് മാറാൻ പ്രാർത്ഥിക്കാം, വേറൊന്നും ചെയ്യാനില്ല. ഇറങ്ങി പോരാനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഗുരുത്വം അനുഗ്രഹമൊന്നും ഇല്ലാതെ കുടുംബം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല.